നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇസ്രയേലിലേക്ക് തന്നെയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കനത്ത തിരിച്ചടിയാണ് ഇസ്രയേലിന് ലഭിച്ചിരിക്കുന്നത്. ഇസ്രയേലി സൈന്യത്തിന് നേരെ നടന്ന ഒരു ആക്രമണത്തിൽ ഇപ്പോൾ 5 ഇസ്രയേലി സൈനികർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുരങ്കങ്ങളിൽ പതിയിരുന്ന് ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം, ഈ ഒരു ആക്രമണം നടന്നത് ഗസയിലാണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അണ്ടർഗ്രൗണ്ടിൽ ഹമാസിന്റെ സ്വാധീനം അത് ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചത് ഹമാസ് സീസ് ഫയർ ലംഘിക്കുകയാണ് എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ ഇസ്രയേലുമാണ് എന്നുള്ള കാര്യം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 2025 ഒക്ടോബർ 10, അതായത് സീസ് ഫയർ നടന്ന ദിവസം, ഇതിന് ശേഷം ഇസ്രയേൽ 591 തവണ സീസ് ഫയർ ലംഘിച്ചു. അതിൽ തന്നെ 357 പാലസ്തീനികളും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നെതന്യാഹു പറയുന്നത് IDFനെ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. ഗസയിലെ ടണലുകൾ അത് അന്നും ഇന്നും ഇസ്രയേലി സേനയ്ക്ക് തലവേദനയാണ്. അത്തരം ടണലുകളിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾ അത് തടയാനായിട്ട് ഇസ്രയേലി സേന പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് ഗസയിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഗസയിലെ ടണലുകൾ എന്ന് പറയുന്നത് അത് 10 മുതൽ 60 അടി വരെ താഴ്ചയുള്ളതാണ്. യുദ്ധം തുടങ്ങി ഏകദേശം 2 വർഷത്തിൽ കൂടുതലായിട്ട് കൂടി ഇസ്രയേലിനും ഇസ്രയേലി സേനയ്ക്കും ഗസയിലെ ടണൽ സംവിധാനങ്ങളെ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ തലവേദനയാണ്. 2014 ഇത്തരമൊരു ടണൽ അത് ഇസ്രയേലി ബോർഡറുകൾ കടന്ന് ഇസ്രയേലി ഗ്രാമം വരെ, ഇസ്രയേലിൻ്റെ തന്നെ ഗ്രാമം വരെ എത്തിച്ചേർന്നൊരു വാർത്ത അന്ന് പുറത്തു വന്നിരുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ടണലുകൾ കണ്ടെത്തുന്നതിനും അത്തരം ടണലുകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ അത് പ്രതിരോധിക്കുന്നതിലും ഇസ്രയേൽ അന്നും ഇന്നും ബുദ്ധിമുട്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹമാസിൻ്റെ ഇത്തരമൊരു ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ഇസ്രയേൽ സദേൺ ഗസയിലെ ഖാൻ യൂനിസിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിൽ 6 പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. അതായത് ഇത്തരം ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി ഹമാസിന് കൊടുക്കുമെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. അതായത് വരും ദിവസങ്ങളിലും ആക്രമണം ശക്തമായി തന്നെ തുടരും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത, GCC രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു സംയുക്തമായിട്ടുള്ള പ്രസ്താവന ഇറക്കുന്നുണ്ട്. അതായത് ഒരു GCC രാജ്യത്തിന് മേലുണ്ടാകുന്ന ഒരു ആക്രമണം അത് മൊത്തം GCC രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണമായി കരുതുമെന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാറ്റോ പോലെ ഒരു സംഘടനയായിട്ട് ഉയർന്നു വരുന്നു എന്നൊരു സൂചനയാണ് ഇതിലൂടെ GCC രാജ്യങ്ങൾ നൽകുന്നത്. GCC രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള സൗദി അറേബ്യ, UAE, ഖത്തർ, അതുപോലെ തന്നെ കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ 6 GCC രാജ്യങ്ങളാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇസ്രയേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത്. അന്ന് തന്നെ GCC രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ ഇസ്രയേലിൻ്റെ ഇത്തരം നടപടികളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്ന് തന്നെ GCC രാജ്യങ്ങൾക്കിടയിൽ ഒന്നിച്ച് നിൽക്കണം എന്നൊരു വികാരം ഉണ്ടായിരുന്നു. എന്നാൽ GCC രാജ്യങ്ങൾക്കിടയിൽ തന്നെ ചില രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് എബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് GCC രാജ്യങ്ങളിലെ തന്നെ ചില രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ എബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങളാണ് എന്നുള്ളൊരു വസ്തുതയും നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. ഇതുകൂടാതെ തന്നെ റെഡ് സീയിൽ ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ, ഡ്രോൺ ആക്രമണങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യമെല്ലാം തന്നെ ഒരുമിച്ച് നേരിടാമെന്നാണ് ഈ ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ ഈ രാജ്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. അൽ ജസീറയാണ് ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. GCC രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് പ്രവൃത്തിയിൽ എത്ര കണ്ട് ഉണ്ടാകും എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല രീതിക്ക് വരുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു പ്രസ്താവനയിൽ തന്നെ ഒതുങ്ങിക്കൂടാനായിട്ടുള്ളൊരു സാധ്യതയുമുണ്ട്. എന്താണെന്നറിയില്ല. ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിനെക്കുറിച്ച് ഇതൊക്കെ ഉള്ളതാണോ അതോ
ചുമ്മാ ഒരു പ്രസ്താവന ഇറക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക. താങ്ക്